വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനങ്ങൾ. പ്രകാശിതമായ മനസ്സ് വ്യക്തമായി എല്ലാം കാണുകയും ആത്മീയ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെയെല്ലാം വിവേചിച്ചറിയുകയും ചെയ്യുന്നു. എപ്പോഴെല്ലാമാണ് ദൈവവുമായുള്ള ഐക്യത്തിന് ഉലച്ചിൽ വന്നിട്ടുള്ളതെന്ന് അത് മനസ്സിലാക്കുന്നു. എവിടെയാണ് ഇന്ദ്രിയങ്ങൾ ഇടപെട്ടതെന്നും അരൂപിയും ഇന്ദ്രിയങ്ങളുമായി ഉന്നതവും സവിശേഷവുമായ വിധത്തിൽ എന്നാൽ പൂർണ്ണത പ്രാപിക്കാതെ ബന്ധപ്പെട്ടതെന്നും അത് മനസ്സിലാക്കുന്നു. കൂടുതൽ ഉന്നതമായതും പൂർണ്ണതയുള്ളതുമായ ദൈവൈക്യമുണ്ട്, അതായത് ബുദ്ധിപരമായ ഐക്യം. ഇവിടെ ആത്മാവ് മിഥ്യാബോധത്തിൽ നിന്ന് വിമുക്തയാണ്. അതിന്റെ ആത്മീയത കൂടുതൽ നിഷ്കളങ്കവും ആഴമുള്ളതുമാണ്. ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ മിഥ്യാദർശനത്തിന്റെ അപകടം കൂടുതലുണ്ട്. ആത്മാവിനും കുമ്പസാരക്കാരനും വളരെ വിവേകം ആവശ്യമാണ്. ചില അവസരങ്ങളിൽ പൂർണ്ണമായും ആത്മീയമായ ഒരവസ്ഥയിലേക്ക് ആത്മാവിനെ ദൈവം പ്രവേശിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് മന്ദത സംഭവിക്കുന്നു, തീർത്തും നിർജീവാവസ്ഥയിലേക്ക് പോകുന്നു. ആത്മാവ് ദൈവവുമായി ഏറ്റവും ഗാഢബന്ധത്തിലാകുന്നു. ദിവ്യത്വത്തിൽ അത് നിമഗ്നയാകുന്നു. അതിന്റെ അറിവ് പൂർണ്ണവും സമ്പൂർണവുമാണ്, ഉത്കൃഷ്ടവുമാണ്. മുമ്പ് സംഭവിച്ചിരുന്നതുപോലെ അപൂർവമായ ഒന്നല്ല, എന്നാൽ തികച്ചും പൂർണ്ണവും യഥാർത്ഥവുമാണ്. ഇതിൽ അത് ആനന്ദിക്കുന്നു. പരീക്ഷണഘട്ടത്തെപ്പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദർഭങ്ങളിൽ കുമ്പസാരക്കാരന് ഇത്തരം ആത്മാക്കളോട് സഹിഷ്ണുത ഉണ്ടായിരിക്കണം. എന്നാൽ ആത്മാവ് തന്നോട് തന്നെ കൂടുതൽ ക്ഷമ കാട്ടേണ്ടിയിരിക്കുന്നു. എന്റെ ഈശോയെ, ഈ സഹനങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ എന്റെ ആത്മാവിലുളവാകുന്ന വികാരങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഇപ്രകാരം സഹിക്കുന്ന ആത്മാവിനെ കാണുമ്പോൾ മാലാഖമാരും വിശുദ്ധരും സമാധാനപ്പെടുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എങ്കിലും ആ സമയങ്ങളിൽ അവർക്ക് നമ്മളോട് പ്രത്യേക സ്നേഹമുണ്ട്. ഒരമ്മ തന്റെ മുഖം മറയ്ക്കുമ്പോൾ അവളെ തിരിച്ചറിയാൻ സാധിക്കാതെ ഒരു കുഞ്ഞ് ഉറക്കെ കരയുന്നതുപോലെ ഞാൻ പലപ്പോഴും ദൈവത്തിനു വേണ്ടി വിലപിച്ചിട്ടുണ്ട്. ഓ എന്റെ ഈശോയെ, ഈ സ്നേഹ പരീക്ഷണങ്ങൾക്കായി അങ്ങേക്ക് മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. അങ്ങയുടെ കരുണ അളവറ്റതും അഗ്രാഹ്യവുമാണ്. നാഥ, എന്റെ ആത്മാവിനു വേണ്ടി അങ്ങ് കരുതിയിരുന്നതെല്ലാം അങ്ങേ കരുണയിൽ പൂരിതമായവയായിരുന്നു.